വെൽക്കം ടു അങ്കിത രമേശ് ട്യൂട്ടോറിയൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സസൈസ് 1.1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എക്സാമ്പിൾ 5 ആണ് നോക്കുന്നത്. കൺസിഡർ ദ നമ്പർ 4n where n is a natural number. Check whether there is any value of n for which 4n ends with the digit 0. 4n എന്നുള്ളൊരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാം. വേർ n ഇസ് എ നാച്ചുറൽ നമ്പർ. n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. ചെക്ക് വെദർ ദർ ഇസ് എനി വാല്യൂ ഓഫ് n ഫോർ വിച്ച് 4n ends with ഡിജിറ്റ് 0. 4n എന്നുള്ള നമ്പർ 0യിൽ എൻഡ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് വിചാരിക്കുക, 4n എന്നുള്ള നമ്പർ 0യിൽ എൻഡ് ചെയ്യും എന്ന് വിചാരിക്കുക. ഇഫ് ദ നമ്പർ 4n ഫോർ എനി n were to end with the digit 0, then it would be divisible by 5. 4n എന്നുള്ളൊരു നമ്പർ എന്നിന് ഏത് വാല്യൂ ആയിക്കോട്ടെ, ആ നമ്പർ 0യിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 4n വാല്യൂവിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ആ നമ്പർ എന്തായാലും 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. കാരണം എന്താണ്, ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4n ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ 4n നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ആ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ നമ്മൾ 4n പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഏത് നമ്പർ ഉണ്ടായിരിക്കും, 5 എന്നുള്ളൊരു നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. ദെൻ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4n വുഡ് കണ്ടെയ്ൻ പ്രൈം നമ്പർ 5. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 5 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് നമ്മൾ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൈം ഫാക്ടറൈസേഷനിൽ 5 എന്നുള്ളൊരു നമ്പർ വരും, അതായത് ഒരു ഫാക്ടർ 5 വരും. പക്ഷെ ഇത് നടക്കില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താണ്, നമ്മുടെ നമ്പർ ഏതാണ്, 4n ആണ് നമ്പർ അല്ലേ. 4n ആണ് നമ്പർ. അപ്പോൾ 4n ഒന്ന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അപ്പോൾ 4ന് ഞാൻ 2 സ്ക്വയർ എഴുതി ഹോൾ റേസ് ടു n എന്ന് കൊടുത്തു. നമ്മൾക്കറിയാം a റേസ് ടു n ഹോൾ റേസ് ടു m എന്ന് പറയുന്നത് a റേസ് ടു mn, അതായത് എന്നും എമ്മും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2ഉം എന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4n എന്ന് പറയുന്നത് 2n കിട്ടും അല്ലേ. അപ്പോൾ 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷനിൽ 2 എന്നുള്ള നമ്പർ മാത്രമല്ലേ വരുള്ളൂ. അതായത് നമ്മൾ 8 എന്നുള്ളൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2, അതായത് 2 ക്യൂബ് അല്ലേ. ബേസ് 2 ആണെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2 മാത്രമേ വരുള്ളൂ. പവർ ഏത് നമ്പർ വേണമെങ്കിലും ആവാം, 5ഓ 6ഓ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ബേസ് ഇവിടെ 2 ആണ്. അതുകൊണ്ട് 4n പ്രൈം ഫാക്ടറൈസേഷനിൽ 2 എന്നുള്ള നമ്പർ മാത്രമേ വരുള്ളൂ, 5 വരില്ല. അപ്പോൾ 5 വരണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ 5 വരില്ല, 2 മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്, 4n പ്രൈം ഫാക്ടറൈസേഷനിൽ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 4n ലാസ്റ്റ് ഡിജിറ്റ് 0 ആവില്ല. ദാറ്റ് ഈസ് in the prime factorization of 4n only contain the prime number 2. 4n പ്രൈം ഫാക്ടറൈസേഷനിൽ ഒരൊറ്റ പ്രൈം നമ്പറേ വരുള്ളൂ, 2 എന്നുള്ള പ്രൈം നമ്പർ മാത്രമേ വരുള്ളൂ. Therefore, there is no natural number n for which 4n ends with the digit 0. 4n നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവുന്ന രീതിയിൽ n വരില്ല. അതായത് n ഏത് വാല്യൂ കൊടുത്താലും 4n ലാസ്റ്റ് ഡിജിറ്റ് 0 ആവില്ല. Example 6. Find the LCM and HCF of 6,
and 20 by the prime factorization method and verify that LCM into HCF equal to product of the two numbers. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 6 ആൻഡ് 20. എന്ത് കണ്ടുപിടിക്കണം? LCMും HCFും കണ്ടുപിടിക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കണം. അതിനുശേഷം LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു 20. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? LCMും HCFും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെയും 6ൻ്റെയും 20യുടെയും പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 6ന് നമുക്ക് 2 ഇൻറ്റു 3 എന്ന് വരും. 20നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 5, അതായത് 2 സ്ക്വയർ ഇൻറ്റു 5. ഇനി HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF ഓഫ് 6 ആൻഡ് 20. HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ ആണോ HCF കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. ഇവിടെ ഏതാ കോമൺ ആയിട്ട് വരുന്നത്? 2. ഒരൊറ്റ പ്രാവശ്യം 2 വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഉണ്ട്, പക്ഷെ 6ൽ നമുക്ക് ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ HCF എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, അതായത് 2. അപ്പോൾ HCF എന്ന് പറയുന്നത് 2 കിട്ടി. ഇനി LCM ഓഫ് 620 ഈക്വൽ ടു, LCM എന്ന് പറയുന്നത് 6ലും നമുക്ക് 2 വരുന്നുണ്ട്, 20ലും 2 വരുന്നുണ്ട്. അപ്പോൾ ഹയസ്റ്റ് പവർ എടുക്കുക. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു, പിന്നെ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 3 ആണ്. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല, അതായത് 3 മാത്രമേ ഉള്ളൂ. ഇൻറ്റു 3 ഇൻറ്റു, ഇനി 6ൽ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല. ഇനി 20ലേക്ക് പോവുക. 20ൽ 2 ഉണ്ട്, നമ്മൾ ഓൾറെഡി 2 എഴുതിയിട്ടുണ്ട്. ഇനി 5. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ HCF 2ഉം LCM 60. ഇനി നമുക്ക് വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ HCF ഓഫ് 620 ഇൻറ്റു LCM ഓഫ് 620 ഈക്വൽ ടു, HCF എത്രയാണ്? 2 ഇൻറ്റു LCM എത്രയാണ്? 60. 2 ഇൻറ്റു 6 12 0. അതായത് HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് 120 ആണ്. ഇനി നമ്മളോട് എന്താണ്? LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് എഴുതണം? പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഏതാണ്? ക്വസ്റ്റ്യനിലെ നമ്പേഴ്സ് 6 ആൻഡ് 20. 6 ഇൻറ്റു 2 12 ദെൻ 0. ഇപ്പം HCF ഇൻറ്റു LCM 120 ആണ്. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സും 120 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? Therefore HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. Example 7. Find the HCF of 96 and 404 by the prime factorization method. Hence, find their LCM. 96ൻ്റെയും 404ൻ്റെയും HCF കണ്ടുപിടിക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വേറൊരു മെത്തേഡ് പഠിച്ചു, യൂക്ലിഡ്സ് ഡിവിഷൻ വെച്ചിട്ട്. പക്ഷെ അതല്ല, നമുക്ക് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് HCF കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. അപ്പോൾ HCF കണ്ടുപിടിച്ചിട്ട് LCM കാണാനാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. അല്ല ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ HCF ഇൻറ്റു LCM എന്ന് HCF ആൻഡ് LCM കണ്ടുപിടിക്കാനാണെങ്കിൽ
നമ്മൾക്ക് അങ്ങനെയൊന്നും കണ്ടുപിടിക്കണം എന്നില്ല, നമുക്ക് ഏത് മെത്തേഡാണോ കംഫർട്ടബിൾ അത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം HCF കണ്ടുപിടിച്ചിട്ട് വേണം LCM കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് HCF കണ്ടുപിടിക്കാം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. അപ്പോൾ ആദ്യം 96ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. 96നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 5 പ്രാവശ്യം 2 വരും ഇൻറ്റു 3, അതായത് 2⁵ ഇൻറ്റു 3. ഇനി 404ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 101 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 101 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 101. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? HCF കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം HCF ഓഫ് 96 404 ഈക്വൽ ടു, HCF എന്തായിരുന്നു? രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷനിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ്, അതായത് 2 രണ്ട് പേരെ വരുന്നുള്ളൂ. അപ്പോൾ ആൻസർ എന്ത് വരും? 2 ഇൻറ്റു 2. ഈ പേരിന്ന് ഒരു 2 എടുത്തു, രണ്ടാമത്തെ പേരിന്ന് ഒരു 2. അപ്പോൾ HCF എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 4. ഇന്ന് ക്വസ്റ്റ്യൻ എന്താണ്? LCM കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ LCM കണ്ടുപിടിക്കാനാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ 2⁵, അതായത് ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, 2⁵ ഉണ്ട്. ഹയസ്റ്റ് പവർ 2⁵ ആണ്. അപ്പോൾ 2⁵ ഇൻറ്റു 3 ഇൻറ്റു 101 അത് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ HCF കണ്ടുപിടിച്ചിട്ടാണ് LCM ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വേറെ ഇക്വേഷൻ യൂസ് ചെയ്യണം. അതായത് HCF ഓഫ് 96 404 ഇൻറ്റു LCM ഓഫ് 96 404 ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 96 ഇൻറ്റു 404. HCF നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു LCM ഓഫ് 96 404 ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഇപ്പോൾ 96 ഇൻറ്റു 404 അതുപോലെ തന്നെ എഴുതാം. ഇനി LCM ഓഫ് 96 404 ഈക്വൽ ടു 96 ഇൻറ്റു 404. ഇവിടെ ഇൻറ്റു 4 ഉണ്ട്, ഇൻറ്റു 4 അതായത് മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും, അതായത് ഡിവൈഡഡ് ബൈ 4. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 96 അതായത് 9696 എന്ന് കിട്ടും. അതായത് LCM ഓഫ് 96 404 ഈക്വൽ ടു 9696 എന്ന് കിട്ടും. ഇതാണ് 96ൻ്റെയും 404ൻ്റെയും LCM. Example 8. Find the HCF and LCM of 6, 72, 120 using the prime factorization method. 3 നമ്പേഴ്സ് ഉണ്ട്, 6, 72, 120. 3 നമ്പേഴ്സിൻ്റെയും HCFും LCMും കണ്ടുപിടിക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ 6ൻ്റെ എഴുതാണ്. 6 ഈക്വൽ ടു 2 ഇൻറ്റു 3. നെക്സ്റ്റ് നമ്പർ 72. 72നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. നെക്സ്റ്റ് നമ്പർ 120. 120നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5.
ഇനി HCF കണ്ടുപിടിക്കുകയാണ്. HCF ഓഫ് 6, 72, 120 ഈക്വൽ ടു HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് ആണോ അതിലെല്ലാതും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു 2 ഉണ്ട്, പിന്നെ 3 3 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 3, ഒരു പേരിന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 എടുത്തു, 3ന്റെ ഗ്രൂപ്പിൽ നിന്ന് 3 എടുത്തു. 2 ഇൻറ്റു 3 6 HCF ആയി. ഇനി LCM ഓഫ് 6, 72, 120 ഈക്വൽ ടു LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പവർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇതിന് ഹയസ്റ്റ് പവർ 2 ഇൻറ്റു 3 തന്നെ. ഇവിടെ എത്ര പ്രാവശ്യം 2 വരുന്നുണ്ട്? 3 പ്രാവശ്യം. അതായത് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ വരുന്ന നമ്പേഴ്സ് 2ഉം 3ഉം 5ഉം ആണ്. അപ്പോൾ 2ൻ്റെ ഹയസ്റ്റ് പവർ 2 ക്യൂബ് ആണ്. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3യുടെ ഹയസ്റ്റ് പവർ 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഇൻറ്റു 5ൻ്റെ ഹയസ്റ്റ് പവർ 5 തന്നെ. 5⁻1 5 വരും. ഇതെല്ലാതും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 എന്ന് കിട്ടും. അപ്പോൾ LCMഉം HCFഉം കിട്ടി. ഈ പ്രോബ്ലം എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ ഒരു പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഇക്വേഷൻ, ആ ഒരു ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? 2 നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 3 നമ്പേഴ്സ് ആണെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ HCF ഇൻറ്റു LCM, HCF ഇൻറ്റു LCM, HCF ഇൻറ്റു LCM ചെയ്യുമ്പോൾ 6 ഇൻറ്റു 360 വരും. ഇനി പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 72 ഇൻറ്റു 120 എന്ന് വരും. ഈ 6 ഇൻറ്റു 360യും പിന്നെ 6 ഇൻറ്റു 72 ഇൻറ്റു 120യും ഈ രണ്ടെണ്ണം ഒരിക്കലും ഈക്വൽ ആവില്ല. ഓക്കെ, രണ്ടെണ്ണം ഒരിക്കലും ഈക്വൽ ആവില്ല. അതുകൊണ്ട് നമുക്ക് HCF ഇൻറ്റു LCM ഓഫ് 3 നമ്പേഴ്സ് ഇസ് നോട്ട് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. അതായത് 3 നമ്പറിൻ്റെ HCFഉം LCMഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. 2 നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 8 വരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോസിൽ എക്സസൈസ് 1.2 ആണ്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെയും മെയിലിലൂടെയും ചോദിക്കാം. താങ്ക്